കളമശ്ശേരി NAD റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ആളെ പിടികൂടി. സ്വകാര്യ ഹോട്ടലുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യമാണ് NAD റോഡിൽ നിക്ഷേപിക്കുന്നത്. നാട്ടുകാരും കൗൺസിലറും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. $500 വെച്ചിട്ട് മാസം കിട്ടിയ 100 ഹോട്ടലെടുത്ത പോലെ ഇവർക്ക് പൈസ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണത്. ആ ഹോട്ടലിലെ വണ്ടിയാണ്. ഇതാ ഹോട്ടലിലെ വണ്ടിയാണ്. ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് കണ്ട ഒരു മിനിറ്റ് ഇവിടുന്ന് ഭാര്യ എടുത്തോണ്ട് അല്ല ഒരു മിനിറ്റ് ഇവിടുന്ന് ഭാര്യ എടുത്ത് എറിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയെ നേരെ മുട്ടത്തേക്ക് പുറകെ വന്ന് ചേട്ടൻ വട്ടം വെച്ച് പിടിച്ചാണ്. ചേട്ടൻ ന്യായം പറയല്ലോ. ചേട്ടൻ അന്ന് പിടിച്ചാണ്. അന്ന് നേരെ പോലീസ് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അന്ന് ചെയ്ത് തെറ്റായി പോയി. കൈയും കാലും പിടിച്ചന്ന് വിട്ടാണ്. വെളുപ്പിന് 2:45 അന്ന് എന്റെ വണ്ടിയിലുണ്ടായി. പക്ഷേ എല്ലാ ദിവസവും ആദ്യമായിട്ട് വന്നു. ഞാൻ ആദ്യമായിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ. ഞാൻ ചേട്ടൻ എന്ത് പറഞ്ഞു? ഇല്ലില്ല, ഞാൻ ആ ചേട്ടൻ എടുത്ത് പറഞ്ഞു ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഇടാൻ വന്നല്ലേ ഇട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ചേട്ടൻ എടുത്ത്. ഞാൻ ആ ചേട്ടൻ എടുത്ത് ഞാൻ പറഞ്ഞില്ല ഇട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾക്കറിയാം NAD റോഡിലാണ് ഇപ്പോൾ ഈ വേസ്റ്റ് തള്ളിയേക്കണതായിട്ട് നമ്മൾ പിടിച്ചേക്കുന്നത്. ഇതിപ്പോൾ ചൂർണിക്കര പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് നടത്തുന്ന ഒരു ഹോട്ടൽ വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയേക്കുന്നത്. ഇയാൾ ഇവിടെ സ്ഥിരമായിട്ട് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് പിടിക്കാൻ നോക്കുന്നത്, പക്ഷേ കിട്ടിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇന്ന് പിടിക്കപ്പെട്ട് പകല കൊണ്ടുവന്നത്. ഇത് ഹോട്ടൽ വേസ്റ്റാണ് കൊണ്ടുവന്നത്. മിക്ക ഹോട്ടലുകളിലും വേസ്റ്റ് ഇയാൾ ശേഖരിച്ചിട്ട് ഒരു കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളണത്. ഇപ്പോൾ ഏറ്റവും വിജനമായിട്ട് വേസ്റ്റ് തള്ളാൻ പറ്റിയൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ NAD റോഡ് മാത്രമേ ഉള്ളൂ. ആരും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ഹെൽത്ത് വിഭാഗത്തിന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ NADനെയും അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളിലോട്ട് പോകും. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ നാളായി നിരീക്ഷിക്കൽ തുടങ്ങിയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും വേസ്റ്റ് ഓരോ ദിവസവും കൂടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ നിന്നല്ല, ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഇതാണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് കൗൺസിലടക്കം നമ്മൾ പലരും പല ഓട്ടോറിക്ഷക്കാരോടും നമ്മുടെ ഇവിടെ കിടക്കുന്ന ഓട്ടോറിക്ഷക്കാരെല്ലാവരും എല്ലാ ദിവസവും നിരീക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവരെ നമുക്ക് പിടിക്കാൻ പറ്റിയത്. ആശാന്റെ വണ്ടിയിലേക്ക് ഇട്ട് കൊടുത്താലോ? ഇതൊക്കെ പിന്നെ ആളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ ഈ മറ്റേ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് ചുരുട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് പഞ്ചായത്തിൽ എടുക്കും. ഈ ഫുഡ് വേസ്റ്റ് എടുക്കാൻ ആളുകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ 3 ഐറ്റം എടുക്കാൻ ആൾക്കാരുണ്ട്. പേപ്പർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കത്തിക്കാം. ബില്ല് വരാറുണ്ടോ? മുനിസിപ്പാലിറ്റി വേസ്റ്റ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി കൊണ്ടു കൊടുക്കുന്നു. ഇവരാരാ സംഭവിക്കുക?
എടുക്കാൻ വളരെ മണ്ടന്മാരായിരിക്കണം. മുനിസിപ്പാലിറ്റി എന്നല്ലേ മണ്ടന്മാരായിരിക്കണം. അന്നാ വേസ്റ്റ് എടുക്കണം. എല്ലാ ദിവസവും വേസ്റ്റ് എടുക്കണം മുനിസിപ്പാലിറ്റി. ഇത്രയും വേസ്റ്റ് നിന്റെ പെങ്ങളുടെ വീട്ടില് വരുമോ? ഇന്നലെ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ. മിനിയാന്ന് വന്നിട്ടില്ല.